വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. കണ്ണടച്ച് അധികൃതർ. ആലുവ മുതൽ മുട്ടം വരെയുള്ള റോഡിൽ വീണ്ടും അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ചെറുതും വലുതുമായ അപകടങ്ങളും അപകട മരണങ്ങളും നടന്നിട്ടും നടപടി സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥർ. തമിഴ്നാട്ടിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പച്ചക്കറിയുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കമ്പി മോളിൽ കൂടെ പോണ്ടേ? ലൈൻമാന്മാര് പോയ കമ്പി എപ്പോഴാണ് സംഭവിച്ചത്? അരമണിക്കൂറായില്ലേ? ആൾക്കുള്ള പേർക്കുണ്ടോ? അതെ. ഈ വണ്ടി എവിടെ വന്നതാ? വണ്ടി യൂട്ടേൺ എടുത്താ. വേറൊരു വണ്ടി യൂട്ടേൺ എടുത്തപ്പോഴാണ് ഇത് തട്ടിയത്. അവര് പോയി ബ്രേക്കാണ് മഴ കാരണം ചവിട്ടിട്ട് കിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഈ യൂട്ടേൺ കൂടുതലാണ് ഇവിടെ. അവിടുത്തെ യൂട്ടേൺ ഈ വണ്ടി തമിഴ്നാടിന് എറണാകുളത്തേക്ക് വരണ പോകാനല്ലേ? തമിഴ്നാട്ടിൽ പച്ചക്കറി എത്തി നമ്മുടെ എറണാകുളത്തേക്ക് വന്നത്. ബൈക്ക് എങ്ങനെ പോകണമെന്നാ തമിഴ്നാട് കേരളത്തിലേക്ക് പോകേണ്ട റോഡാണ്. നിങ്ങളെ വണ്ടി ഓടിച്ചിരുന്നേ? വണ്ടി ഓടിച്ചിങ്ങളായിരുന്ന? വേറെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല. സ്ഥിരം വണ്ടി എന്നും രാത്രി കാലങ്ങളിലാണ് കൂടുതൽ വണ്ടി ആക്സിഡന്റ് ഉണ്ടാകാറുണ്ട്. കാറുകളും ബൈക്കുകളും ഒക്കെ ഈ അടുത്ത ദിവസം തന്നെ 2-3 ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ഇതിന് ഒരു പരിഹാരം അധികൃതർ എത്രയും പെട്ടെന്ന് കാണണമെന്ന്. ഇവിടെ ചായക്കടയിലേക്ക് വണ്ടി ഓടിക്കേറിയ അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരാൾ മരിച്ചിട്ടുണ്ട്. നിത്യസംഭവമാണ് ഇവിടുത്തെ ഒരു ആക്സിഡന്റ്. ഇതിന് പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. കളമശ്ശേരിയിലേക്ക് വരുന്ന വണ്ടികൾ മുഴുവൻ യൂട്ടേൺ തിരിയുന്നത് ഈ ചെറിയ ഭാഗത്താണ്. ഓ, ആ പ്രീമിയറും കളമശ്ശേരി മുതൽ ഇവിടം വരെ വന്നിട്ട് ഇവിടെ യൂട്ടേൺ ചെയ്യണം അല്ലേ? ഈ ഭാഗത്താണ്. അത് വീതി കുറവുള്ള ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ ഒരു യൂട്ടേൺ ഉണ്ടെന്ന് അറിയില്ല ആൾക്കാർക്ക്. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സീൻ ലൈറ്റിന്റെ ഇതിലുണ്ടാവും. പക്ഷെ ഇതിപ്പോ ഇവിടെ അതില്ല. അതാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ വന്ന ആക്സിഡന്റ് ആവാൻ ഏറ്റവും മെയിൻ കാരണം. എന്താണ് മുട്ടത്തെ പാലം യൂട്ടേൺ ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഈ ഹൈവേയിലുള്ള പാലത്തിന്റെ യൂട്ടേൺ അടിച്ചല്ലോ. യൂട്ടേൺ ആദ്യം വേണം. അതിപ്പോ മൂടി കെട്ടിയപ്പോ ഒരുപാട് ഇടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ 4-5 പോസ്റ്റാണ് ഇപ്പോൾ KCB-കാർ മാറ്റിയേക്കണത്. കളമശ്ശേരി ഭാഗത്തു നിന്നും വരുമ്പോൾ മേൽപ്പാലം കഴിഞ്ഞ് യൂട്ടേൺ ഉള്ളത് മുട്ടം തൈക്കാവിലാണ്. ഈ ഭാഗത്ത് മറ്റൊരു വാഹനം യൂട്ടേൺ തിരിയുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത്. ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്.
ഡ്രൈവർക്ക് നിസാര പരിക്കുകളേറ്റു.